കോളേജുകളിലായിരുന്നു നമ്മൾ റാഗിങ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടിപിടിയൊക്കെ കേൾക്കൽ. ചെറിയ കുട്ടികളിൽ ഇപ്പം നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതെവിടുന്ന് വന്നു? സത്യത്തിൽ ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കുട്ടികൾ ചിലപ്പം ചെറുതായിട്ട് എന്തോ കാര്യത്തിന് വാശി പിടിക്കുന്നുണ്ടാവും. അതിലും ഒച്ചത്തിലായിരിക്കും പാരൻസ് സംസാരിക്കുന്നത്. അതായത് ഈ സൗണ്ടിൽ ഇട്ടാലാണ് ഈ കുട്ടികളുടെ അപ്പയത്തെ അടിപൊളി നിൽക്കുക എന്നാണ് പാരൻസിൻ്റെ വിചാരം. ശരിക്കും അവിടെ എവിടുന്നാണ് ഈ വാശി അല്ലെങ്കിൽ ഈ ഒരു ദേഷ്യം കുട്ടികളിലേക്ക് വന്നത്? ശരിക്കും അതിന് ഉത്തരവാദി പാരൻസ് തന്നെയല്ലേ? എവിടെ നിന്നോ പാരൻസിന് അവരുടെ രക്ഷിതാക്കളിൽ നിന്നും കിട്ടിയ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ അല്ലെങ്കിൽ അവരിലേക്ക് എപ്പോഴോ ഇറങ്ങി വന്ന ഒരു സംഭവമാണ് ഈ ദേഷ്യം. ഇത് അവർ കുട്ടികളിൽ കാണിക്കുന്നുണ്ട്. കുട്ടികൾ അതെന്ത് ചെയ്യും? അവരുടെ സെയിം ഏജിലോ അല്ലെങ്കിൽ അവരെക്കാളും താഴ്ന്ന ഏജിലോ ഉള്ള കുട്ടികളുടെ അടുത്ത് അത് കാണിക്കും. ഈയിടെ ഒരു പരസ്യം കാണാനിടയായി. ഒരു പാരൻറ്റ്, അതായത് ഒരു ഭർത്താവ് ഭാര്യയോട് നന്നായിട്ട് ചൂടാവുന്നു. ഭാര്യ കുട്ടികളടുത്ത് അത് തീർക്കുന്നു. കുട്ടി അതൊരു പാവക്കുട്ടിയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്തും ഇതിപ്പോൾ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ മക്കളായിരിക്കും എന്തിനാടാ നീ തല്ലിയത് അല്ലെങ്കിൽ എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ചിലപ്പം എൻ്റെ വാപ്പനെ വിളിച്ചു. വാപ്പനെ എന്താ വിളിച്ചേ? ചിലപ്പം വാപ്പനെ വിളിച്ചല്ല, എൻ്റെ ബാപ്പ. ശരിക്കും അത് വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ തന്നെയാണല്ലോ. അതായിരിക്കും റീസണ്. പക്ഷെ അപ്പോഴത്തേക്ക് കുട്ടിയെ തല്ലി മുറിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ എവിടുന്ന് വന്നു? അപ്പം രക്ഷിതാക്കളടുത്തു നിന്ന് തന്നെയാണ് ഈ ഒരു സംഭവം കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നത്. രക്ഷിതാക്കളിൽ നിന്ന് മാത്രമല്ല, കുട്ടിയെ എപ്പോഴും കുട്ടിയുടെ കൂടെ രക്ഷിതാവിനേക്കാളേറെ നിൽക്കുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ സുഹൃത്ത് എന്ന് തന്നെ പറയുന്നത് ഇപ്പം നമ്മളെ ഈ ഫോണാണ്. ആരായാലും നമ്മളടുത്താണെങ്കിലും ഫുൾ ടൈം ഉള്ള ഈ ഫോണാണ്. അപ്പോൾ കുട്ടി കാണുന്ന ലോകത്ത് അല്ലെങ്കിൽ കുട്ടി കാണുന്ന സ്ക്രീനിലും ഇതാണ്. അപ്പോൾ കുട്ടി വിചാരിക്കുകയാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ അടിച്ചിട്ട് അവനെ തോൽപ്പിക്കുമ്പോഴാണ് ഞാൻ ഹീറോ ആകുന്നത്. അത് പക്ഷേ രക്ഷിതാവ് ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി രക്ഷിതാവ് തിരുത്താൻ ഒരു മനസ്സ് കാണിച്ചാൽ ഒരു പക്ഷേ കുട്ടിക്ക് മനസ്സിലാവും ഇതാണ് ശരി. ചെറുപ്പത്തിലെ കുട്ടിയിലെ ഇത്തരം ശീലങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടി വലുതായി വരുന്ന സമയത്ത് ഒരു പ്രതിയാവാണ്ട് നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് ആ കുട്ടിയെ കിട്ടും. അത് തന്നെയാണല്ലോ നമ്മൾ ഓരോ പാരൻസും ഇന്ന് ആഗ്രഹിക്കുന്നത്.